നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു യങ് ടാലന്റഡ് ബിസിനസ് വുമൻ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ലേഡീസ് ബാൻഡിലേക്ക് ജോസ്ന. സ്വാഗതം ലേഡീസ് ബാൻഡിലേക്ക്. അപ്പോൾ ജോസ്ന ബിസിനസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്ത് ബിസിനസ് എന്നുള്ളതായിരിക്കും എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന കാര്യം. മീനും മീറ്റും അല്ലേ? അപ്പോൾ തിരുവനന്തപുരത്താണ് ചെയ്യുന്നത്, പക്ഷെ കോട്ടയംകാരിയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ സാധാരണ മീൻ കച്ചവടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര മീൻ കച്ചവടം എന്ന് ചോദിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അവർക്കൊക്കെ ഒരു മറുപടി ആയിട്ട് 20 വയസ്സുള്ള ജോസ്ന മീൻ കച്ചവടം ചെയ്ത് നല്ല നിലയിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എവിടെ വരെ ആ യാത്ര എത്തിയെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയായിരുന്നു ജോസ്ന ഈ ഒരു കച്ചവടത്തിലേക്കൊക്കെ വന്നത്? ആദ്യം തന്നെ എനിക്കൊരു ബിസിനസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ ഒരു 1 ഇയറോളം ഞാനിങ്ങനെ ബിസിനസ്സിനെ പറ്റി ഇങ്ങനെ പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ബിസിനസ്സിനെ പറ്റി വലുതായിട്ടൊന്നും അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി എന്ത് ബിസിനസ് ചെയ്യും, അങ്ങനെ അതിനെ പറ്റിയൊക്കെ കുറെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഫിഷ് ഷോപ്പ് തുടങ്ങിക്കൂടാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഫിഷ് ഷോപ്പ് തുടങ്ങാൻ ആരംഭിച്ചത്. അപ്പൊ അതിനു മുമ്പ് തിരുവനന്തപുരത്തേക്ക് വന്നത് IELTS പഠിക്കാൻ? അതെ, പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? ആദ്യം ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അപ്പം എന്റെ പഠിത്തം കഴിഞ്ഞിട്ട് ഇനി അതിനു വേണ്ടി അടുത്ത ഉപരിപഠനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് കോട്ടയത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് ഇവിടെ IELTSന് വന്നത്. അപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു ബിസിനസ് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു തോന്നൽ വന്നത്. അങ്ങനെ എനിക്ക് നേരത്തെ ബിസിനസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒന്നും കിട്ടിയില്ല. അപ്പം ഇങ്ങനെ ഇരിക്കെ എനിക്കൊരു സാഹചര്യം വരികയും അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തത്. അപ്പം ജോസ്ന എനിക്ക് തോന്നുന്നു കുറെ ആളുകൾക്ക് ഒരു മാതൃകയാണ്. ഇപ്പം പുറത്തു പോയി ഇവിടുത്തെ ജോലി ഒന്നും ശരിയായില്ല, അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ആയില്ല, ഒന്ന് ഓക്കെ ആയി ഒന്ന് സെറ്റിൽ ആവണമെങ്കിൽ പുറത്തു പോയി കുറച്ച് കാശൊക്കെ സമ്പാദിക്കണമെന്ന് വിചാരിക്കുന്ന യങ്സ്റ്റേഴ്സ് ആണ് നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത്. ഒരുപാട് പേര് പുറത്തേക്ക് പോകുന്നതിന്റെ കണക്കുകളൊക്കെ ഞെട്ടിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ നിൽക്കുന്നവർ കുറവാണെന്നൊക്കെയുള്ള. അവിടെയാണ് ജോസ്ന സ്വന്തം ഇടം കണ്ടെത്തി ഇതാണ് എന്റെ മേഖല എന്ന് തെരഞ്ഞെടുത്തത്. അപ്പൊ നമുക്ക് ആ ടേണിംഗ് പോയിന്റ് എവിടെയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്. IELTSന് വന്നിട്ട് നേരത്തെ ആദ്യം തൊട്ടേ ബിസിനസ് വുമൻ ആകണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ? ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ് ഈ ഒരു മീൻ എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്? അതിനൊരു പ്രചോദനമായത് ആരാണ്? ഒപ്പം നിൽക്കുന്ന ആരാണ്? എനിക്ക് പ്രചോദനം എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്, അഭിജിത്ത്. അപ്പോൾ പുള്ളിയാണ് എന്നെ എല്ലാത്തിനും താങ്ങുന്നത്. അതായത് ഞാൻ ഈ ബിസിനസ് തുടങ്ങാനായിട്ട് ആദ്യം പുള്ളിയോട് പറയുകയും പിന്നെ പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയെടുക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഇതിനെപ്പറ്റി പറഞ്ഞു തരികയും എങ്ങനെ ചെയ്യണം. എനിക്ക് ഇവിടെ ഈ സ്ഥലത്ത് ആരെയും തന്നെ പരിചയമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഞാൻ തിരുവനന്തപുരംകാരനാണോ? അതെ, അല്ലല്ല, കോട്ടയംകാരൻ തന്നെയാണ്. എന്റെ അയൽവാസിയാണ്. അപ്പം അങ്ങനെ പുള്ളി എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാം. ഞങ്ങള് UKG LKG തൊട്ടുള്ള ഫ്രണ്ട്സാ. അപ്പൊ പുള്ളിയാണ് എന്നെ എല്ലാത്തിനും സഹായിച്ചത്. നമ്മുടെ ടേസ്റ്റ് ഒക്കെ അറിയുന്ന ആളാണ്. അതെ. അപ്പൊ ഇങ്ങനെ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു നമുക്ക് എന്ത് ബിസിനസ് തുടങ്ങാം. അങ്ങനെയാണ് ഞാൻ അഭിജിത്തിനോട് ഇത് പറയുകയും അങ്ങനെ അഭിജിത്ത് എനിക്കിത് ഫുൾ സപ്പോർട്ടായിട്ട് എന്റെ കൂടെ എല്ലാത്തിനും നിന്നു. അങ്ങനെ അഭിജിത്താണ് എനിക്ക് എല്ലാം ഈ ഫീൽഡിന് എല്ലാ കാര്യങ്ങളും എനിക്ക് ഇതിനു വേണ്ടി ചെയ്തു തന്നത് അഭിജിത്തായിരുന്നു. ചെയ്തു തന്നതല്ല, ഇപ്പോഴും ഉണ്ടല്ലോ, കൂടെ ഉണ്ട്. അതെ, നമ്മൾ ലേഡീസ് ബാൻഡ് ആയതുകൊണ്ടാണ് അഭിജിത്തിനെ നിങ്ങളിലേക്ക് എത്തിക്കാത്തത്. പക്ഷെ എല്ലാ വീഡിയോയിലും അഭിജിത്ത് ഉണ്ട് സാധാരണ, അല്ലെ? ഒപ്പം കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആദ്യം അങ്ങനെ ഒരു മീൻ കച്ചവടം തുടങ്ങാന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്റെ ചോദ്യം, എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് തുടങ്ങി? കോട്ടയംകാരിയായിട്ടുള്ള ആള്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചെറുപ്പം തൊട്ടേ കോട്ടയത്ത് തന്നെ നിന്ന് എനിക്ക് കോട്ടയത്ത് നിന്ന് മാറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കോട്ടയം വിടണമെന്ന് ആഗ്രഹമായിരുന്നു. എന്ന് പറഞ്ഞാൽ കോട്ടയത്തിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, എനിക്ക് അവിടെ നിന്ന് ഒരു ചേഞ്ച് വേണം. കാരണം ഞാൻ ഇതുവരെ വെളിയിലോ അങ്ങൊന്നും പോയിട്ടില്ല. ഇപ്പൊ എന്റെ അനിയത്തിയാണെങ്കിലും തന്നെ അവൾ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും വീട്ടിൽ പറയും എനിക്ക് ഇവിടെ നിൽക്കണ്ട, ഞാൻ ഇവിടുന്ന്. അതാണ് എല്ലാരും അവിടെ IELTSന്റെ കോച്ചിങ് സെന്ററിൽ പിന്നെ എന്തിനാ തിരുവനന്തപുരത്ത് വന്നേ എന്നെല്ലാരും ചോദിച്ചു. അപ്പൊ എനിക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിറ്റിയിൽ വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു കോട്ടയത്ത് എനിക്ക് കോട്ടയത്ത് തുടങ്ങാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെയല്ലേ നിൽക്കുന്നത്, അപ്പം തിരുവനന്തപുരത്ത് തന്നെ ആദ്യം തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പം തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ട് തിരുവനന്തപുരത്തുകാരെങ്ങനെയുണ്ട്? തിരുവനന്തപുരത്തുകാര് എനിക്ക് അങ്ങനെ ഇവിടെയുള്ള ആൾക്കാരെ അധികം പരിചയമൊന്നുമില്ല. അപ്പൊ ഞാൻ അവരുമായിട്ടൊന്നും അങ്ങനെ എനിക്കങ്ങനെ ആരും അറിയത്തില്ല. എന്നാലും ഇപ്പൊ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ. കസ്റ്റമേഴ്സ് ഒക്കെ വളരെ നല്ല കസ്റ്റമേഴ്സ് ആണ് എനിക്കുള്ളത്. എല്ലാവരും വളരെ സ്നേഹത്തോടെയൊക്കെയാണ് എന്നെ വിളിക്കുകയും എന്റെ അടുത്ത് മീൻ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നെ കുറിച്ച് അന്വേഷിച്ചിട്ടൊക്കെയാണ് അവര് മീനൊക്കെ ഓർഡർ ചെയ്യുന്നതും എല്ലാം. ഞാനൊരു ഇന്റർവ്യൂവില് കണ്ടതാണ്, ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിൽ കണ്ടതാണ്. എനിക്ക് ആരെയും സാറിന് വിളിച്ച് അവരുടെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു, അല്ലെ?
അപ്പൊ അതുകൊണ്ടാണ് ഒരു ബിസിനസ്, ഞാൻ ആരുടെയും കീഴിൽ ജോലി ചെയ്യുന്നില്ല, എനിക്ക് എന്റേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്, അതിൽ നിന്ന് ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് നേരത്തെ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെ അതായത് സാർ എന്ന് വിളിക്കുന്നത്, ഞാൻ പറഞ്ഞ ഒരാളുടെ കീഴിൽ നിന്ന് എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യം. ഒരു സാറെന്ന് വിളിക്കുന്നത് റെസ്പെക്റ്റോട് കൂടി വിളിക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഒരാളുടെ കീഴിൽ നിന്നിട്ട് എനിക്ക് ഒരു യജമാനായിട്ട് അങ്ങനെ ആ ഒരു ഇതിൽ അതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞത്. ശരി ശരി. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ജോലി സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ കച്ചവടം തുടങ്ങാന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമല്ലോ അല്ലെ? പ്രത്യേകിച്ചും ഈ മീന് ഫുഡ് ഐറ്റംസിന്റെ ആകുമ്പോൾ നമ്മൾ കുറെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. പഴകിയ മീനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി വരുന്ന വഴി അറിയില്ല അല്ലെ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ശ്രദ്ധിച്ചത്? അതിന് പറഞ്ഞു തന്നത് ആരൊക്കെയാണ്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒറ്റ ഒരാളെ ഉള്ളൂ വിശ്വാസമായിട്ടുള്ളൂ, അഭിജിത്തിനെയാണ്. വേറെ ആരെയും വിശ്വാസമില്ല. കാരണം ഞാൻ ആദ്യം കട തുടങ്ങിയ ടൈമില് എനിക്ക് ഒരു തരത്തില് ഇപ്പൊ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും നമ്മൾ ബിസിനസ് ഒരിക്കലും സക്സസ് ആയി വരുന്നില്ല, നമ്മൾ കഷ്ടപ്പെട്ടാലേ അത് വരുള്ളൂ. എങ്കിലും എനിക്കിപ്പോൾ വീഡിയോ ഇറങ്ങി എനിക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒന്നും കിട്ടുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നല്ലാതെ എനിക്ക് ഒന്നും ഒരു ഇതിനകത്തുനിന്ന് എനിക്ക് ഒരു വരുമാനം പോലും കിട്ടാത്ത, ലാഭം ഇല്ലാതെ ആയിപ്പോയി. ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഇതിന്റെ എന്ത് കുഴപ്പമാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇത് എവിടെയാണ് ഇതിന്റെ വീഴ്ച, എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാര്, ഇപ്പൊ ഞാൻ എന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 21 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്നെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പാ ആൾക്കാർക്ക്. ഇപ്പൊ അയ്യോ അതൊന്നും പറയല്ലേ. അല്ല ശരി, പ്രായത്തിന്റെ അതായത് എന്റെ കൂടെ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, അല്ലാതല്ല. അപ്പൊ ഇപ്പൊ മീൻ എടുക്കുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും ഇപ്പൊ ഒരു എക്സാക്ട് ഒരു ഉള്ള പ്രൈസിനെക്കാട്ടും ഒക്കെ കൂടുതൽ വാങ്ങിച്ച്, അപ്പൊ എനിക്ക് മീൻ വിറ്റിട്ട് ലാഭം കിട്ടുന്നില്ല. എനിക്ക് നാട്ടുകാരി അല്ലെ, സ്ലാങ്ങിന്റെ പ്രശ്നം ഇവിടെ വരുമ്പോഴത്തേക്കിനാ എന്തായാലും ഇവിടത്തുകാരി അല്ലെന്ന് അറിയുമ്പോ കുറച്ചുകൂടെ നമ്മൾ ഒരു വെട്ടിപ്പൊക്കെ നടത്താൻ ഒരു ശ്രമം നടത്തുന്നത്. അപ്പം എനിക്ക് അങ്ങനെ കുറെ എനിക്കപ്പം മനസ്സിലായി. അപ്പൊ ഞാൻ ഇതിലോട്ട് തന്നെ ഇറങ്ങി, ഞാനും അഭിജിത്തും കൂടെ തന്നെ പോയി ഇപ്പൊ ലേലം വിളിക്കാനാണേലും ഇപ്പൊ മറ്റൊരാളിനെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആള് അതിനകത്തുനിന്ന് നമ്മളെ പറ്റിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പൂർണ്ണമായിട്ട് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് ഇപ്പൊ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും അഭിജിത്തും ഇതിനകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഇത് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയത്. അപ്പൊ ഇപ്പൊ ലേലം വിളിക്കുന്നൊക്കെ നേരിട്ട് പോകും? ഞാനും അഭിജിത്തും കൂടെ രാവിലെ പോകും. ഗംഭീരാണുള്ളത്. എവിടെയാണ് ആ സംഭവം? നേരിട്ട് വന്ന് കാണണമല്ലോ. അത് ഞങ്ങള് എല്ലാ ഹാർബറിലും പോയി, ഇവിടെയുള്ള എല്ലാ ഹാർബറിലും ഞങ്ങൾ പോകും. മീനില്ലാത്ത സമയം നീണ്ടകരയെന്ന് അവിടുന്ന് ആള് കൊണ്ടുവരും നമുക്ക്. അങ്ങനെയാണ് ഞങ്ങളിവിടെ പൂന്തുറ, വിഴിഞ്ഞം എല്ലായിടത്തും പോകും. ഞങ്ങൾ രാവിലെ പോയി ലേലമൊക്കെ വിളിച്ച് എടുക്കും. ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുന്നത് ലാഭം അല്ലെ? അപ്പൊ ഈ ആദ്യത്തെ തവണയൊക്കെ ഈ കുറേ ഫിഷ് എടുത്തു വെക്കുക, പക്ഷെ അത് വിറ്റ് പോകാതെ വരിക, അപ്പൊ അത് അപ്പാടെ മാറ്റി എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ സത്യമാണോ? അതൊക്കെ അന്നേരം തന്നെ കളഞ്ഞു? അതായത് പിറ്റേ ദിവസം ഫ്രഷ് മീനെ നമ്മൾ കൊടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഫ്രഷ് മീൻ മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. നമ്മൾ ഫ്രഷ് മീൻ ഇല്ലാത്ത ദിവസം നമ്മൾ കട ഉറക്കത്തില്ല. ഓ ശരി. അപ്പൊ അത് നമ്മുടെ കസ്റ്റമേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. 2 ദിവസം ഇവിടെ മീനില്ലാതെ ഞങ്ങളുടെ കട തുറന്നിട്ടില്ല. അപ്പം ഫ്രഷ് മീനല്ല നമ്മുടെ കടയിൽ അത് വേറൊന്നും കൊടുക്കത്തില്ല. കാരണം നമ്മളെ വിശ്വസിച്ച് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് അവരോട് നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്താലും അതിൽ നമ്മളൊരു നീതി പുലർത്തണമെന്നാണ്. അല്ലാതെ ഏതൊക്കെ ചെയ്താലും നമ്മൾ സക്സസ് ആവൂല. മറ്റൊരാളെ പറ്റിച്ച് നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും സക്സസ് ആവൂല. അപ്പൊ ഞങ്ങളുടെ കടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 100% ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് ഇവിടെ തിരുവനന്തപുരത്ത്? അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഉണ്ട്, നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ട്? സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കടയിൽ വന്ന് ആരും വാങ്ങിക്കത്തില്ല, എല്ലാരും ഓൺലൈൻ വഴിയാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വരുന്ന കസ്റ്റമേഴ്സിനേക്കാളും കൂടുതൽ ഓൺലൈൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് കൂടുതൽ. അപ്പം എല്ലാ കസ്റ്റമേഴ്സും നമ്മളിപ്പോ നേരത്തെ ഫിഷ് വേണ്ടുന്ന ആൾക്കാരാണെങ്കിൽ തലേ ദിവസമേ ഓർഡർ ചെയ്യും. വിളിച്ച് ഏത് മീനാണോ അവർക്ക് ആവശ്യമുള്ളത് അതുണ്ടെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കും. അങ്ങനെ അവര് നമ്മളെ വിളിച്ച് പറഞ്ഞ് നമ്മളതാണ് അങ്ങനെ ഓർഡർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ രാവിലെ വന്ന് ഓർഡർ ചെയ്യും. ജോസിനെ ഈ ലേലം വിളിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മളിപ്പോ ഒന്ന് ചന്തയിലോട്ടോ അല്ലെങ്കിൽ മീൻ മേടിക്കാനൊക്കെ പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ പറയും, നിങ്ങൾ ഈ വലിയ ഇങ്ങനത്തെ വേഷമൊന്നും ഇട്ട് പോവാതെ ലോക്കലായിട്ട് പോകണം, എങ്കിലും അവിടെ ഉള്ളവർ നമുക്ക് അത്രയും മീൻ ലാഭത്തിന് തരുള്ളൂ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ജീൻസും ടോപ്പും ഒക്കെ ഇട്ടാണോ പോവാറ്? അതെ ആണോ? ശരി. അപ്പൊ അതിന് പ്രശ്നമൊന്നുമില്ല, അതും വിലയായിട്ട് ബന്ധമൊന്നുമില്ല? ഇല്ല. പിന്നെ വിഴിഞ്ഞത്തൊക്കെ ഞാൻ പോകുമ്പോഴത്തേക്കും അവിടുത്തെ അമ്മച്ചിമാരൊക്കെ നോക്കി ഇതെന്ത് കോലം എന്നൊക്കെ ചോദിക്കും. ഞാൻ ഇന്നലെ വൈകുന്നേരം ജസ്റ്റ് അവിടെ മീൻ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി പോയി നോക്കി.
അപ്പൊ അവിടെ മീനൊന്നും ഇല്ലായിരുന്നു. ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ പോയി നോക്കി. അപ്പോഴത്തേക്ക് അവിടെ ഒരു അമ്മച്ചി ഇതെന്തൊരു കോലം ഇത് അങ്ങനെ തിരുവനന്തപുരത്തുകാരെ കളിയാക്കുന്നുണ്ട് കേട്ടോ, എന്തൊരു കോലം എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സാരില്ല, കളിയാക്കിയതല്ല. സാരില്ല, എൻജോയ് ചെയ്യും. വസ്ത്രത്തിലൊന്നും അല്ലല്ലോ, ഞാൻ ഇങ്ങനെ തന്നെയാണ് വസ്ത്രം ധരിക്കുന്നത്, നേരത്തോട്ടെ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാനൊരു കൗതുകത്തിന് ചോദിച്ചു, അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അത് അനുഭവം ഉണ്ടല്ലോ, ഇങ്ങനെ ചോദിക്കാറുണ്ട്. കാരണം പിന്നെ ഇങ്ങനെ ഒരു കൊച്ചു പെങ്കൊച്ചു വന്നതെന്ന് ലേലം വിളിക്കുന്നിടത്തൊക്കെ വന്നത് ഇതെന്ത് ഇവക്ക് എന്താ ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കും. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്? അതായത് നമ്മളിപ്പോ ചെറിയ എമൗണ്ടിൽ ചെറിയ ക്വാണ്ടിറ്റി അല്ലല്ലോ വാങ്ങുന്നത്, കുറച്ച് ഏറെ വാങ്ങുമല്ലോ. അപ്പൊ ഇങ്ങനെ കച്ചവടം നടത്തുന്നുണ്ടോ? അങ്ങനെ അവിടെ പരിചയമൊക്കെ ആയോ? പിന്നെ അവിടെ ഇപ്പൊ നമുക്ക് കുറെ പേര് പരിചയമായി വരുന്നുണ്ട്. ഇപ്പം എനിക്കാണേലും അഭിജിത്തിനാണേലും എല്ലാരെയും ഇപ്പൊ കുറെ നമ്മളിപ്പോ ഇറങ്ങി പ്രവർത്തിക്കുന്നതുകൊണ്ട് കുറെ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനും, അല്ലെങ്കിൽ നമുക്ക് ഇന്ന 2-3 പേരേ ഉള്ളൂ, പിന്നെ നമുക്ക് അവരെ വേണം എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ തന്നെ എല്ലാത്തിനും ഇറങ്ങി പോയി ചെയ്യും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഈ മീന് നല്ലതാണോ, ഫ്രഷ് ആണോ എന്നൊക്കെ എങ്ങനെയാ നോക്കുന്നത്? മീൻ ഫ്രഷ്, ഞങ്ങൾക്കും കൂടെ അറിവ് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എങ്ങനെയാണ് ഫ്രഷ് ആയിട്ടുള്ള മീനാണോ എങ്ങനെ? സാധാരണ നമ്മൾ ചെകിള പൊളിച്ച് നോക്കുക പറയും, അതല്ലാതെ എങ്ങനെയൊക്കെയാ നോക്കുന്നത്? നമ്മള് സത്യം പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള മീന് നല്ല ഈ നമുക്ക് ചെകിള നോക്കിയാൽ തന്നെ അറിയാം. നമുക്ക് ഈ സാധാരണക്കാരായ ആൾക്കാർക്ക് ഫസ്റ്റ് ഈ ഫ്രഷ് മീനിനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഫ്രഷ് മീൻ, ഏതാ ഇത് സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി, ഇതൊന്നും മനസ്സിലാവത്തില്ല. ഇപ്പൊ എനിക്കൊക്കെ ആണെങ്കിലും സെക്കൻഡ് ക്വാളിറ്റി ഏതാ, തേർഡ് ക്വാളിറ്റി ഏതാന്ന് ആദ്യം ഒന്നും മനസ്സിലാവത്തില്ലായിരുന്നു. നമ്മളെ സിമ്പിളായിട്ട് എല്ലാ ആൾക്കാർക്കും പറ്റിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ദിവസം ഫ്രഷ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചെകിളയൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് ഇപ്പം മനസ്സിലാവും അതിന്റെ ബ്ലഡോട് കൂടിയിട്ടുള്ള ആ ഒരു ഇതൊക്കെ. പിന്നെ അതല്ല അതിന്റെ ചെകിളക്കൊക്കെ ഫിഷിന്റെ നേരമല്ല ഈ തടിയുടെ ഒരു സ്മെല്ലൊക്കെ. ഫ്രഷിനോ? ഫിഷിന്റെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ, ബിസിനസ് തന്ത്രങ്ങളൊന്നും പുറത്തു വിടരുത്. ഇല്ല കേട്ടോ, 18ാമത്തേക്ക് നമ്മളിങ്ങനെ പിടിച്ചു വെച്ചേക്കണം. കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുന്നത്. വുഡിന്റെ മണമായിരിക്കും. ഓക്കെ, ആ ഒരു നമുക്ക് ആകെ അറിയുന്നത് ചെകിള പൊളിച്ച് നോക്കുമ്പോൾ രക്തമുണ്ടോ എന്ന് നോക്കുന്നു, അതൊക്കെയാണ് നമുക്കൊക്കെ പച്ചമീനാണോ എന്ന് അറിയുന്നത്. അപ്പൊ ഒരെണ്ണം കൂടെ കിട്ടില്ല. മണം മീനിന്റെ മണം ആയിരിക്കില്ല, മീനിന്റെ സ്മെല്ല് വരൂല ഫ്രഷ് ആയിട്ടുള്ള മീന്. ഓക്കെ, അത് പഴകും തോറുമാണ് ഈ മണം വരുന്നത്. അതെ. ഈ പലയിടത്തും ഈ ആൾക്കാർ സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി ഒക്കെ ആയിട്ടുള്ള ഫിഷസ് എടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം അത് നമുക്ക് മനസ്സിലാവത്തില്ല. ഈ ഐസിലിട്ട് വെച്ചിരിക്കുമ്പോൾ, ഐസിലല്ലേ ഫ്രീസറിൽ ഇങ്ങനെ ഓരോ ആൾക്കാർ ഇട്ട് വെക്കൂല്ലോ. അപ്പൊ നമ്മൾ ഫ്രീസറിൽ ഇടാറില്ല. നമ്മൾ അന്നെന്നുള്ളത് ഉച്ചക്കകത്ത് തന്നെ നമ്മൾ സെയിൽ ചെയ്ത് വിടും. അല്ലെങ്കിൽ മിച്ചം അങ്ങനെ ഇപ്പൊ വരാറില്ല, കുറച്ചേ വരാറുള്ളൂ. അത് നമ്മൾ വീട്ടിലേക്ക് എടുക്കും, അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള ഏതെങ്കിലും അമ്മമാര് ഉണ്ടെങ്കിൽ കൊടുക്കും. ഓക്കെ. അപ്പം എനിക്കിനി അറിയേണ്ടത് ഒരു ദിവസം എങ്ങനെയാണ് ജോസ്നയുടേതെന്നുള്ളതാണ്. കാരണം ഞാൻ ഈ ഗസ്റ്റ് ആക്കാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ബുദ്ധിമുട്ടിയത് എനിക്ക് മാത്രമേ അറിയൂ. കാരണം കോൾ കിട്ടത്തില്ല, ഫോൺ കിട്ടത്തില്ല, ഫുൾ ടൈം ഷോപ്പിലായിരിക്കും. ഒന്ന് രാവിലെ എഴുന്നേക്കുന്ന പാടെ ഷോപ്പിൽ പോവുക, ഇല്ല മീൻ എടുത്തിട്ട് പോകും. മീൻ എടുത്തിട്ട് കുറച്ചകത്തേക്ക് നിന്നു. മീൻ എടുത്തിട്ട് ഷോപ്പിലേക്ക് പോകും. അപ്പൊ നമുക്ക് രാവിലെ തൊട്ട് ഒരു വിജയിച്ച ഒരു ഓൺട്രപ്രണർ ആണ് എന്റെ കൂടെ നിൽക്കുന്നത്. ഈ വയസ്സും ലുക്ക്, അതായത് ചെറിയ കുട്ടിന്നൊന്നും നോക്കണ്ട. അതുകൊണ്ട് നമുക്ക് ആ വിജയ രഹസ്യം ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു ദിവസം ജോസ്നയുടെ? കേക്കട്ടെ. ഞാൻ രാവിലെ എണീക്കും. എത്ര മണിക്ക് എണീക്കും? രാവിലെ ഇപ്പോ ഓരോ ഫിഷ് കിട്ടുന്ന അനുസരിച്ചാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ രാവിലെ 3 മണിക്കൊക്കെ ലേലം വിളിയുണ്ട്. ഓ ശരി. അപ്പം ഞാനും അഭിജിത്തും കൂടെ രാവിലെ പോകും. അവിടെ എന്ത് മീനുണ്ട്. അപ്പൊ രാവിലെ 3 മണിക്ക് ചിലപ്പം 2-3 മീനൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ രാവിലെ തന്നെ കിട്ടുന്ന മീനാണെങ്കിൽ ഇപ്പൊ പിടിച്ചിട്ട് വരുന്ന രാവിലെ തന്നെ എടുക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് തന്നെ കൊടുക്കുവാണെങ്കിൽ കസ്റ്റമേഴ്സ് വളരെ ഹാപ്പിയാവും. ഹാപ്പിയുടെ തന്നെ അല്ല, അവർക്കത് കുറച്ചുകൂടെ മനസ്സിലാവും നല്ലതാണോ ചീത്ത. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ പോവും. രാവിലെ പോയി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വീട്ടിൽ വരും. തിരിച്ച് വന്നിട്ട് വീണ്ടും ഞങ്ങൾ ഒരു 6-6:30 ആകുമ്പോഴത്തേക്കും പോവും. വീണ്ടും പോവും. അപ്പോഴത്തേക്കും വീണ്ടും വരും, ബോട്ടിൽ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ലിസ്റ്റ് എല്ലാം തയ്യാറാക്കും. ഏതൊക്കെ മീനാണ്, അതിന്റെ പ്രൈസ് എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് കച്ചവടം. അതെ. അപ്പൊ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് രാവിലെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ രാവിലെ തന്നെ നമ്മളത് മീനെല്ലാം എടുത്തിട്ട് അപ്പൊ തന്നെ നമ്മൾ വന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് ഇടും. ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും ആൾക്കാർ അപ്പൊ തന്നെ ഓർഡർ ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞില്ലേ, തലേ ദിവസമേ അവര് വിളിച്ചിട്ട് ജോസ്ന ഇന്ന മീൻ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കണം, എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അവര് വിളിക്കും. അങ്ങനെ അവര് രാത്രി തന്നെ, ഇപ്പൊ രാത്രിയൊക്കെ വിളിക്കും. രാത്രി വിളിച്ചാലും ബിസിനസ് കോൾ കിട്ടും. അപ്പൊ രാത്രിയിൽ വിളിച്ചിട്ട് അവര് നേരത്തെ ഓർഡർ ചെയ്യല്ലേ, വാട്സപ്പിൽ അവര് മെസ്സേജ് അയച്ചിടും ഇന്ന മീൻ വേണം. അപ്പൊ നമ്മൾ അത് വെച്ച് അനുസരിച്ച് ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കും. അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്.
അതെ, കട്ടിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉണ്ട്. അതെല്ലാം ഫ്രീ ആണ്. അപ്പം അതെല്ലാം നമ്മൾ കസ്റ്റമേഴ്സിന്റെ അവർ പറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നത്. ഈ കട്ട് ചെയ്യുന്നതൊക്കെ പിന്നീട് പഠിച്ചതാണോ അതോ നേരത്തെ അറിയാവോ? വീട്ടില് ചെയ്യുമായിരുന്നോ അതോ? സത്യം പറഞ്ഞാൽ എനിക്ക് കട്ടിംഗ് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ കട്ടിങ്ങിനും ക്ലീനിങ്ങിനും ഒക്കെ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് കുറെയൊക്കെ കട്ട് ചെയ്യാൻ അറിയാം. ഇപ്പൊ അതായത് ഒരു സ്റ്റാഫ് ലീവ് ആണെങ്കിൽ നമ്മൾ ഓടിപ്പോണം. അത് അങ്ങനെയാണോ പഠിച്ചത്? അങ്ങനെയല്ല, അത് തന്നെ. അഭിജിത്ത് തന്നെയാണോ പഠിപ്പിച്ചേ? അഭിജിത്തും ചെയ്യും. അഭിജിത്തിനും അറിയത്തൊന്നുമില്ല, എന്നാലും അഭിജിത്തും ചെയ്യും. ഇപ്പൊ രണ്ടുപേരും പഠിച്ചു. അപ്പൊ കട്ട് ചെയ്യാൻ പഠിച്ചു. കട്ട് ചെയ്യാൻ വലിയ മീനൊന്നും എനിക്ക് ഇപ്പോഴും കട്ട് ചെയ്യാൻ അറിയത്തില്ല. നമ്മുടെ ഇതര സംസ്ഥാനക്കാരാണോ നിങ്ങളുടെ സ്റ്റാഫ് അതോ നമ്മുടെ ആളുകൾ തന്നെയാണ്? അല്ല, കേരളത്തിലുള്ളവർ തന്നെയാണ്. മീനിന്റെ സ്വന്തം ആൾക്കാരാണ്. അതായത് വിഴിഞ്ഞം അടിപൊളി. പുള്ളിയാണ് കട്ട് ചെയ്യാൻ. ശരി. അപ്പം ഇപ്പൊ സമയം എത്രയായി? ഓർഡർ ഒക്കെ കിട്ടി കഴിയുമ്പോ ഒരു 11 മണി. ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. പോരട്ടെ, ബാക്കി സമയമില്ല സത്യം പറഞ്ഞാൽ രാവിലെ കഴിക്കാൻ. അല്ല, ഞാനിത് പറയാൻ കാര്യം ഇപ്പൊ സമയം എന്തായി? മണി 3:16. ഇതുവരെയും ലഞ്ച് കഴിച്ചിട്ടില്ല. എന്നും ഇങ്ങനെയാണ് എന്നാണ് കൂടെ വന്ന അഭിജിത്ത് പറഞ്ഞത്. അപ്പൊ കഴിക്കാനുള്ള സമയമില്ല. കാരണം പെട്ടെന്ന് ഇപ്പൊ ഇവിടെ നമ്മുടെ ഹാർബറിൽ എത്തണം, മീനെടുക്കണം, പെട്ടെന്ന് കൊണ്ടുവരണം. എനിക്ക് ടെൻഷനാണ്. എനിക്ക് ആദ്യ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കസ്റ്റമേഴ്സിന് സമയത്ത് ഒരു വീഡിയോ വന്നതിന് ശേഷം കുറെ ആൾക്കാർ നമുക്ക് ഓർഡേഴ്സ് തരാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എനിക്ക് ടെൻഷനായി പോയി. ഇതേമേ എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സ് വിളിക്കും, ജോസ്നെ സാധനം വന്നില്ലല്ലോ. അപ്പൊ എനിക്ക് അതിനു വേണ്ടി ഡെലിവറി ബോയ്സ് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പറയാം, മാം ഇപ്പൊ എത്തും, അവര് പോന്നിട്ടുണ്ട്. അപ്പൊ പുതിയ ഡെലിവറി ബോയ് ആണ്. അപ്പൊ ആദ്യം ഡെലിവറി ചെയ്തിരുന്നത് ഞാനും അഭിജിത്തും തന്നെയായിരുന്നു. അപ്പൊ അതിന് ശേഷമാണ് പിന്നെ ഡെലിവറി ബോയിനെ വെച്ചത്. ഞങ്ങളെ കൊണ്ട് ഒതുങ്ങാൻ പറ്റൂല എന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ ഡെലിവറി ബോയ്സിനെ വെച്ചത്. അപ്പോഴത്തേക്കും ഒരു സമയമാകുമ്പോഴത്തേക്കും എനിക്ക് ടെൻഷനാ. അവർക്ക് സാധനം കിട്ടും, എനിക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ടെൻഷനാ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്ത് വിചാരിക്കും. ഈ ടെൻഷൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കും അല്ലേ? അത് തന്നെ. അപ്പൊ ഞാൻ അതുകൊണ്ട് എനിക്ക് ആലോചിച്ചു എന്നിട്ട് ഉറങ്ങാൻ നേരം ഞാൻ ഇപ്പൊ രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഉറങ്ങാൻ നേരം അയ്യോ സാർ ഞാൻ ഇപ്പൊ കൊണ്ടുതരാം, അല്ല ഇപ്പൊ കൊണ്ടുതരാം, ഇങ്ങനെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ ആലോചിച്ചു ഞാൻ കടയിലല്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. അതുവരെ എത്തിയിരിക്കുന്നത്, അതായത് സ്വന്തമായിട്ടിരുന്ന് രാത്രി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു മീനിന്റെ കാര്യം അല്ലേ? അതായത് ഫുൾ മൈൻഡിൽ ബിസിനസ് ആയി എന്നുള്ളതാണ്. ഈ ഇവിടെ എത്തി നിൽക്കുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു വീഡിയോ ആണ് വൈറലായി അല്ലെ? അത് ആദ്യം വന്ന സമയത്ത് സത്യം പറഞ്ഞ ആ വീഡിയോ എടുക്കാനായിട്ട് കാരണം എന്റെ കട അവിടെ ഉണ്ടെന്ന് ഒരു മനുഷ്യർക്ക് അറിയത്തില്ല. ഫസ്റ്റ് നമ്മുടെ കട എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കും, ലൊക്കേഷൻ പറയൂ. സ്റ്റാച്യൂലാണ്, അതായത് സെക്രട്ടേറിയറ്റിന്റെ താഴെ കിടക്കുന്ന വഴി ചിറക്കുളം റോഡ് KSFക്ക് അടുത്ത അവിടെയാണ് എന്റെ ഷോപ്പ്. അപ്പം അത് ഇച്ചിരി കേറിയാണ് ഇരിക്കുന്നത്. അപ്പൊ ആർക്കും അറിയൂല. അവിടെ നേരത്തെ ഒരു ഫിഷ് ഷോപ്പ് തന്നെ ആയിരുന്നു. പേരുണ്ടോ കടയ്ക്ക്? പേരുണ്ടോ? ഉണ്ട്, അർബൻ എന്നാണ് ഞങ്ങളുടെ കടയുടെ പേര്. അപ്പൊ കുറെ പേര് വരും കേട്ടോ. ഇത് ഈ ഷോ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി തിരക്ക് കൂടും അവിടെ. അപ്പൊ അർബൻ എന്നാണ് കടയുടെ പേര്. അപ്പൊ അവിടെ ഈ കട ഇങ്ങനെ ഉണ്ടെന്ന് ആർക്കും തന്നെ അധികം അറിയൂലായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, അപ്പോഴത്തേക്കും അഭിജിത്ത് എന്നോട് പറഞ്ഞു നമുക്ക് ഒരു യൂട്യൂബറെ വിളിച്ച് ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് അപ്പൊ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കെ ഞാൻ വിചാരിച്ചു മറ്റേ ട്രിവിയൻ ഫുഡി എന്ന് പറഞ്ഞ കാർത്തികേട്ടൻ. അപ്പൊ കാർത്തികേട്ടനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, കാർത്തികേട്ട എനിക്കൊരു വീഡിയോ ചെയ്തു തരാവോ? എന്റെ ഫിഷിൽ ഇപ്പൊ ആർക്കും അറിയൂല. ഇപ്പൊ ഒന്നാമത് അവിടെ റോഡ് പണി നടക്കുന്നോണ്ട് ആർക്കും വരാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കാർത്തികേട്ടൻ വന്നിട്ട് എനിക്ക് വീഡിയോ എടുത്തു തന്നു. അപ്പൊ ആ വീഡിയോ എടുത്ത് വൈറലാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ജസ്റ്റ് കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടു വരൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. അങ്ങനെ കാർത്തികേട്ടൻ വന്ന് വീഡിയോ എടുത്ത് തന്നു. അങ്ങനെയാണ് വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോൾ ഉള്ള ഫസ്റ്റ് റെസ്പോൺസ് നല്ലോണം ആളുകൾ വന്നു തുടങ്ങി. പിറ്റേ ദിവസം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല പോലെ ആൾക്കാർ വരാൻ തുടങ്ങി. കുറെ ആൾക്കാരൊക്കെ വിളിച്ച് ആ സമയം അത് അമേരിക്കയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ വരെ വിളിച്ച് എന്റെ അടുത്ത് ഒരുപാട് സപ്പോർട്ട് പറഞ്ഞു. ഒരുപാട് മുമ്പോട്ട് പോകണം, ഒരിക്കലും പിന്നോട്ട് പോവല്ല, ആൾക്കാരൊക്കെ പലതും പറയും എന്നൊക്കെ പറഞ്ഞു. അന്നേരം അവരൊക്കെ കുറെ പേര് വിളിച്ച് സപ്പോർട്ട്. എന്ത് വീഡിയോ ഇട്ടാലും നെഗറ്റീവ് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇതിലോ ഒന്നും വലിയ ആക്റ്റീവ് ഒന്നുമല്ല. അപ്പൊ എന്റെ ഒരു വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് എന്നെ നാട്ടുകാർ തെറി വിളിക്കുന്നത്. സത്യം ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്നെ ആരെങ്കിലും ചീത്തൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഞാനൊന്നും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു അങ്ങനെ ഇരുന്ന് ആ ചേട്ടന് എന്നെ പറ്റി അപവാദം സഹിക്കാൻ പറ്റത്തില്ല, അത്രയും ചീത്ത. എന്നിട്ട് അവസാനം ആ ചേട്ടൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ടാണ് പിന്നെ കമന്റ് ബോക്സ് ഇപ്പൊ നോക്കിയാൽ ഇത്രയും നെഗറ്റീവ് കമന്റ്സ് വന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ബോൾഡ് ആയോ കുറച്ചുകൂടി? പിന്നെ
അപ്പോഴും പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞാൻ അഭിജിത് എടാ എന്നെ പറ്റി അപ്പൊ ഞാൻ ചോദിച്ചു ആ സാരമില്ല കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ തന്നെ. ഏതൊരു ഇപ്പൊ ഒരു അത്യാവശ്യം ലൈക്കും വ്യൂവേഴ്സും ഉള്ള ഒരു വീഡിയോയ്ക്ക് എന്തായാലും ബാഡ് കമന്റ്സ് വരുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പൊ എനിക്ക് പ്രശ്നം ആ ചേട്ടന് എന്തെങ്കിലും പ്രശ്നം എനിക്ക് വന്ന ആ ചേട്ടന് അത്രയും വലിയൊരു ഉപകാരം ചെയ്തെന്ന് ഞാൻ കാരണം ആ ചേട്ടനൊരു ദോഷം വരല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് വിഷമം കൂടുതലുണ്ടായിരുന്നത്. ഞാനെപ്പോഴും നെഗറ്റീവ് കമന്റ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കാതെ നെഗറ്റീവിനെ മാത്രം ചോദിക്കുന്നത്, പോസിറ്റീവ് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കമന്റ് അല്ലെങ്കിൽ അങ്ങനെ ഹൃദയത്തിൽ തട്ടിയ ഒരു കമന്റ് അല്ലെങ്കിൽ വിളി, ഫോൺ വിളി, അതൊക്കെ ഏതായിരുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ വീഡിയോ കണ്ട് എന്നെ വിളിച്ച ഒരു ഫാദർ ഉണ്ടായിരുന്നു. ഇടുക്കിക്കാരൻ. എനിക്ക് എന്നെ കൂടുതൽ എന്നെ വിളിച്ച് ഭയങ്കര സപ്പോർട്ട്, എനിക്ക് വേണ്ടുന്ന സഹായം ഒക്കെ ചെയ്തു തന്നു കേട്ടോ. അങ്ങനെ എന്നെ സഹായിക്കുക. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഞാൻ തളരാതിരിക്കാൻ എന്നെ ഒരുപാട് ആശ്വസിപ്പിക്കുക. അതുപോലെ തന്നെ മുമ്പോട്ട് പോകണമെന്നും നമ്മളെല്ലാരും കൂടെ ഉണ്ടെന്നും എന്നെ അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ എന്നെ ഇത് ചെയ്തൊരു ഫാദറാണ്. ഫോൺ വിളിക്കുകയാണോ ചെയ്തത്? ഫോൺ വിളിക്കുകയും ചെയ്തായിരുന്നു, വീഡിയോ കമന്റ് ഇടുകയും ചെയ്ത ഫാദറിനെയാണ് എനിക്ക്. ഫാദറിനെ കാണാൻ പോകുന്നില്ലേ? അപ്പം പോവും. ഫാദർ ഇവിടെ ഇല്ലായിരുന്നു, ഫാദർ പഞ്ചാബിലായിരുന്നു. അപ്പൊ ഫാദർ വരുമ്പോ കടയിലോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ വേണം, തിരുവനന്തപുരത്തേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഫാദർ. ഓക്കെ. അപ്പൊ വീട്ടിലെ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതൊക്കെ എങ്ങനെയായിരുന്നു? അതായത് IELTS പഠിക്കാന്ന് പറഞ്ഞാണല്ലോ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ്സുകാരിയായിട്ടാണ് മടക്കം. അപ്പൊ എങ്ങനെയായിരുന്നു അവതരണം? എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം. അനിയത്തിയാണോ ഉള്ള കൂടെ? അനിയത്തിയുണ്ട്, അമ്മയുണ്ട്, അപ്പയുണ്ട്, പിന്നെ വല്യമ്മച്ചിയുണ്ട്, പിന്നെ ഒരു കസിൻ ചേട്ടനുണ്ട്. അപ്പൊ ചേട്ടൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന. അപ്പൊ ഇത്രയും പേരാണ് എന്റെ വീട്ടിലുള്ളത്. അപ്പൊ എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയ്ക്കും എന്റെ അപ്പനും പ്രശ്നമൊന്നുമില്ല. അവർക്ക് ഞാൻ ഇപ്പൊ എനിക്ക് എന്തോ ശരിയെന്ന് തോന്നുന്നത് നല്ലതാണെങ്കിൽ അവരത് മുമ്പോട്ട് വെക്കോളാൻ പറയും. അപ്പൊ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. എന്നാലും ഒരു കാര്യം ചോദിച്ചു, ഇതിനെ കുറിച്ചൊക്കെ നിനക്ക് വല്ല അറിയാവോ, ധാരണയുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം പോലും അങ്ങനെയൊന്നും ചോദിച്ചില്ല. അപ്പൊ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് വേണമല്ലോ അല്ലെ? എന്ത് ബിസിനസ് തുടങ്ങുമ്പോഴും നമുക്ക് എപ്പോഴും തട്ടി നിൽക്കുന്നത് നമ്മൾ പൈസയിലാണ്. എന്തായിരുന്നു അതിന്റെ ഒരു തുടക്കം? എങ്ങനെയായിരുന്നു? സഹായിച്ചതാരാണ്? സഹായിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയാണ് എന്നെ തുടക്കം സഹായിച്ചത്. അപ്പൊ അത് കഴിഞ്ഞ് ഞാനൊരു ലോണും കാര്യങ്ങളൊക്കെ എടുത്തു. ഒരു പേഴ്സണൽ ആയിട്ടുള്ള ലോൺ ഉണ്ടായിരുന്നു, അതിന് കൊടുത്ത് അങ്ങനെയാണ് ഞാൻ ലോൺ എടുത്തിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാൻ അതാണ് എല്ലാവരോടും പറയുന്നത്, ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ ഒരിക്കലും ലോൺ എടുക്കരുത്, കടം വാങ്ങിക്കരുതെന്ന്. അപ്പം കടം വാങ്ങിച്ചാലും ലോൺ എടുത്താലും ഇപ്പൊ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ കയറ്റം ഉറക്കമാണല്ലോ. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കടമുണ്ട്, അടുത്ത മാസത്തെ നമുക്ക് ഇതിനകത്തൊന്നും ഒന്നും കിട്ടുന്നില്ല, നമ്മൾ ഇത് പ്രതീക്ഷിച്ച് നമ്മൾ ബിസിനസ് ചെയ്യുന്നു, ഒന്നും കിട്ടുന്നില്ല. അപ്പൊ പലരും ഒരു തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൽ കൂടെ ഒക്കെയാണ് കടന്നു വന്നത്. അപ്പൊ എനിക്ക് തന്നെ ഈ കട നിന്ന് പോവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ പറയുന്ന പോലെ എനിക്ക് മെന്റലായിട്ട് പുള്ളി ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ഇനി എന്തൊക്കെ വന്നാലും നമ്മൾ മുന്നോട്ട് പോവാണ്. അത് തന്നെ, എന്തായാലും ഇത്രയൊക്കെ അത്രയും എനിക്ക് കട അടച്ച് പൂട്ടേണ്ട അവസ്ഥ അത്രയും ശോചനീയായിരുന്നു. എന്നാലും അപ്പു എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ അപ്പു എൻ്റെ അടുത്ത് പറഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം, വരുന്നിടത്ത് വെച്ച് കാണട്ടെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തോക്കില്ല എന്നുള്ളൊരു വാശിയില് തന്നെ നമ്മള് ഫ്രണ്ടോട്ട് മുമ്പോട്ട് പോയി. അപ്പു ഇപ്പോഴും ഉണ്ട് ഇവിടെ. അപ്പൊ ഹാറ്റ്സ് ഓഫ് കേട്ടോ, ഇങ്ങനെ കൂടെ നിന്നതിന്, ഇതുവരെ എത്തിച്ചതിന്. അപ്പൊ എന്തായാലും കട അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. പുതിയ ഔട്ട്ലെറ്റ് ഒക്കെ വരില്ലേ ഇനി? ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? കോട്ടയത്ത് ഒരു ഔട്ട്ലെറ്റ് ഇടുന്നുണ്ടോ? തീർച്ചയായിട്ടും കോട്ടയംകാരെ നിങ്ങൾക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ അഭിമാനം അങ്ങോട്ട് വന്ന് പുതിയ ഔട്ട്ലെറ്റ് അപ്പോൾ അവിടെ തുടങ്ങും. അപ്പം ഓൾ ദി ബെസ്റ്റ്, എല്ലാ സക്സസ്സും നേരുകയാണ്. അപ്പൊ ഞങ്ങളുടെ ലേഡീസ് ബാൻഡിൽ അതിഥിയായിട്ട് വന്നതിന് ഇത്രയും വലിയ വിലപ്പെട്ട സമയമാണ് എനിക്ക് തന്നത്. അപ്പൊ അതിന് വലിയ നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ ലേഡീസ് ബാൻഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.